ചരിത്രത്തിലെ എല്ലാ കാലത്തും മതങ്ങൾ പറയുന്ന എല്ലാം ശരിയാന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പല സമയത്തും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം മതങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ കാര്യം തന്നെ എടുക്കാം. ഇന്ത്യയിൽ ഹിന്ദുമതവും ബുദ്ധമതവും ഒരുപോലെ ശക്തി പ്രാപിച്ചു വന്നിരുന്ന കാലത്ത് ബുദ്ധമതം മറ്റ് രാജ്യങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിസ്റ്റുകൾക്ക് സാധിച്ചു. കാരണം അവരുടെ മതത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ പല രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നതെന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധമതത്തിൻ്റെ ഒരു പ്രശ്നമായി അവർ കണക്കാക്കിയിരുന്നില്ല. പക്ഷേ അതേസമയം ഹിന്ദുമതത്തിൽ പ്രത്യേകിച്ച് ബ്രാഹ്മണർ കരുതിയിരുന്നത് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് മതത്തിനെതിരാണെന്നും അവരുടെ യാഥാസ്ഥിതിക ചിന്തകൾ അവരെന്ത് ചെയ്തു, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് എന്ത് ചെയ്തു, തടഞ്ഞു. അതുകൊണ്ടാണ് ഹിന്ദുമതത്തിന് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതലായി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ ബുദ്ധമതം തായ്ലൻഡിലും അതുപോലെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ശ്രീലങ്കയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഹിന്ദുമതം അവിടെയെല്ലാം ഒരു ചെറിയ മൈനോറിറ്റി ആയി എന്നതിന് പ്രത്യേകിച്ച് ചരിത്രത്തിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. മതങ്ങൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ വെല്ലുവിളിയാവാറുണ്ട്. അവരത് പിന്നീട് മാറ്റം ചെയ്യും. ഇപ്പോൾ ഗാന്ധിജിയുടെ കേസിൽ അതാണ് സംഭവിച്ചത്. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോകുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നീട് പോയിട്ട് തിരികെ വന്നു. പിന്നീട് അതൊക്കെ മാറ്റാൻ തുടങ്ങി. മനസ്സിലായില്ലേ?